ഓപ്പണായിട്ട് പറയാം, വിത്ത് സോഷ്യൽ മീഡിയ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തന്നെ പറയുന്നത്. ഇനി ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ 10-15 ദിവസം അടച്ചിടുക. കാരണം വീട് നമ്മൾ ആരുടെയായാലും പൈസ തന്നെയാണ്. ഈ വീട് നശിവും, ആൾ സമ്പർക്കമില്ലാതെ വീട് നശിവും. അപ്പോൾ ഒരു 10 ദിവസത്തിൽ കൂടുതൽ ഇനി അവർ ഇവിടെ താമസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തീരുമാനം ഞാൻ പറയാം, ഞാൻ ഈ സാധനം പൂട്ടിയാൻ പൊളിച്ചിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കയറി പൊളിച്ച് ഉള്ളിൽ കയറും. അതിനകത്ത് എന്ത് നടപടി വന്നു കഴിഞ്ഞാലും ഞാൻ സഹിക്കും. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള കേട്ടോ. ഈ വീട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പലവർക്കും ഓർമ്മ ഉണ്ടാവും. അതായത് കണ്ണ് കാണാത്ത 2 വ്യക്തികൾ, ഒരു ചേട്ടനും ഒരു ചേച്ചിയും. അതായത് നമ്മുടെ ഗോവിന്ദൻ അതുപോലെ തന്നെ മേരി എന്ന് പറയുന്ന ഒരു ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ പ്രമോദ് എന്ന് പറയുന്ന ഒരു സാറ് ദുബായിൽ നിന്ന് അത് കാണുകയും അവർക്കൊരു വീട് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറയലും അദ്ദേഹം വാങ്ങിച്ചു കൊടുത്ത വീടാണിത്. പലവരും ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പഴയ രൂപത്തിൽ തന്നെ അവരെ കാണുന്നു. അതായത് നമ്മൾ കൊണ്ടുപോരുന്ന ഒരു സമയത്ത് എങ്ങനെയാണോ കടത്തിണ്ണയിലൊക്കെ കിടക്കുന്ന രൂപത്തിൽ തന്നെ ഇത്ര നല്ലൊരു വീടുണ്ടായിട്ട് വീണ്ടും അവിടെ കിടക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. 2-3 പ്രാവശ്യം അവരെ തിരഞ്ഞു പോയെങ്കിലും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവർ എടുക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ 1-2 ആളോട് ചോദിച്ചിരുന്നു. കുമാർ എന്ന് പറയുന്നൊരു ചേട്ടൻ, ലോട്ടറി വിൽക്കുന്ന അവർക്ക് കൊടുക്കുന്ന ഒരു ചേട്ടനെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. അവരങ്ങനെ ശീലിച്ചത് കൊണ്ടായിരിക്കാം അവരങ്ങനെ തന്നെ ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളത്. നല്ലൊരു വീടുണ്ടായിട്ടോ. അപ്പോൾ ഈ വീട് വെച്ചതിന് ശേഷം നമ്മളോട് പറഞ്ഞത് ഞങ്ങൾക്കൊരു മതിൽ വെട്ടിത്തരണം, ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു മതിലും കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ അടുത്താണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ നാട്ടുകാരാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് അന്വേഷിക്കാൻ വന്നാൽ ഞാൻ മാത്രമല്ല, നമ്മുടെ അസീൻ്റെ ഇവരൊക്കെ അന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ശ്യാമേട്ടുണ്ട്. ശ്യാമേട്ടൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീട് വാങ്ങിച്ചു കൊടുത്തത് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ അതായത് നമ്മുടെ പ്രമോദ് എന്ന് പറയുന്ന സാറ്, ദുബായിലത്തെ സാറ് ഇദ്ദേഹത്തിനെ അവിടെ ഏൽപ്പിച്ചായിരിക്കുന്നു. എന്താണ് വിശേഷം? തീർച്ചയായിട്ടും സുഖമാണ്. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനത്തെ അവസ്ഥകൾ കാണുമ്പോൾ പറയാം, ഞാനിപ്പോൾ കുറേ ദൂരത്തുനിന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ 3-4 പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിരുന്നു, സുഖം അന്വേഷിക്കാൻ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ഇനിയിപ്പോൾ വരുന്ന സമയത്ത് തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു മാനസികാവസ്ഥയാണ്. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും. ഇപ്പോൾ ലാസ്റ്റ് വന്ന സമയത്ത് അവരുടെ സജഷൻ ഇതായിരുന്നു, ഞങ്ങൾക്കൊരു പ്രൈവസി വേണം, ഞങ്ങൾക്കൊരു പ്രൈവസി ഇല്ലാതെ പറ്റില്ല. ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നമ്മൾ സ്പോട്ടിൽ ആളെ വിളിച്ചിട്ട് നമ്മൾ മതിൽ പണിയിപ്പിക്കുക ചെയ്ത്. മതിൽ പണിയിപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ അടുത്ത കംപ്ലയിൻറ്റ് പൊക്കം കുറഞ്ഞു പോയി. മതിൽ നോക്കണ്ടാവും. നമ്മൾ ഇത്രയും ഒരു മനുഷ്യന് ചാടിക്കടക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ, നമ്മൾ മേടിച്ചു കൊടുത്ത ഈ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ അറിയണമെങ്കിൽ എനിക്കൊരു ഏണി വെച്ച് കയറണം ഇതിൻ്റെ മുകളിൽ കൂടെ. അപ്പം അവർ പറയുന്ന വെച്ചാൽ ഇതിനകത്ത് ഇനി ഹൈറ്റ് പോരാ. പക്ഷേ ഇനി എനിക്ക് ഷോക്കായ ഒരു സംഭവം ഹരീഷ് ഭായി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ ഒരു കുഴൽക്കിണർ അടിക്കണ്ടായി. ഇപ്പോൾ ഈ വീട്ടുകാർക്കൊക്കെ വെള്ളത്തിന് വേണ്ടി നമ്മൾ അന്ന് നമ്മൾ പറഞ്ഞൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സഹായത്തോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്കും അത് മാക്സിമം ഉപകാരപ്പെടാമെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ മാക്സിമം താഴ്ത്തിയിട്ട് തന്നെയാണ്. ഹരീഷ് ഭായിക്ക് അറിയാം, നമ്മൾ ആ ബോർവെല്ലിൽ മാക്സിമം താഴ്ത്തിയിട്ട് ഒരു പ്രോബ്ലം ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലുള്ള നമ്മൾ കിണർ താഴ്ത്തി. അത്രയും വെള്ളമുണ്ട് അവിടെ, ഈ സോഴ്സ് വെള്ളമുണ്ട്. പിന്നെ അവർ പറഞ്ഞു നമുക്ക് വെള്ളം അടിക്കുമ്പോൾ ഇവിടേക്ക് അയൽക്കാർ വെള്ളം എടുക്കണം, അപ്പോൾ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് പ്രശ്നമാവും കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോൾ തന്നെ സ്പോട്ടിൽ ഇമീഡിയറ്റ് ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ അവിടെ സൊല്യൂഷൻ പറഞ്ഞു. ലൈഫ് ടൈം നിങ്ങൾ താമസിക്കുന്ന കാലം വരെ ഈ കറണ്ട് ബില്ല് ഞാൻ അടച്ചേക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ കറണ്ട് ബില്ല് അടയ്ക്കാം. പിന്നെ അവർ കറണ്ട് ബില്ല് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കിണറ്റിൽ വെള്ളമായിട്ടും പറ്റൂല. ഇനി മോട്ടർ കംപ്ലൈൻ്റ് ആയെന്ന് വിചാരിക്കും, ആര് മേടിച്ചേക്കും, നമ്മൾ മാറ്റി കൊടുക്കും അത്. എന്നിട്ട് പോലും അവരവിടെ നിന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോകണമെങ്കിൽ ഹരീഷ് ഭായി പിന്നെ എങ്ങനെ നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നാം? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെയുള്ള അയൽവക്കക്കാർക്കും ചുറ്റുപാടും എല്ലാവർക്കും അറിയാം. നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് തേക്കിൻ്റെ ഇറക്കം വരുന്ന കട്ടിലുകളും 8 ഇഞ്ചിൻ്റെ പിന്നെ നമ്മൾ മേടിച്ചതിന് കണക്ക് പറയുന്നതല്ല ഒരിക്കലും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലോർ മാറ്റ് അടക്കം മേടിച്ചിട്ടാണ് നമ്മൾ അവരെ ഇതിനകത്തേക്ക് കയറ്റുന്നത്. എല്ലാ സൗകര്യം ഗോദ്രേജിൻ്റെ എന്താ പറയുക, അലമാര, എല്ലാ സൗകര്യങ്ങളും, ഫാന്, എല്ലാ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ല ഞാൻ അതായത് ഇപ്പൊ ഇത് ഓടാണ്, ഇത് ചൂടെടുക്കാണ്, അതുകൊണ്ട് എനിക്ക് വാർപ്പാക്കി തരുന്നൊക്കെ എന്നോട് വിളിച്ച് പറയല്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല ചൂടാണ്. എല്ലാ സമയത്തും പൈപ്പിലൊന്നും വെള്ളം കിട്ടണമെന്നില്ല ഈ ഒരു ഏരിയയിൽ. അപ്പോൾ മറ്റുള്ളവർ വെള്ളം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂസ് ഊരി പോവുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫ്യൂസ് ഊരി പോവാന്ന് പറഞ്ഞാൽ ഇന്നാട് പോയേക്കല്ല, ഇവരിവിടെ ഇല്ല, ഗേറ്റൊക്കെ പൂട്ടി പോയിരിക്കുകയാണ്. മതിൽ കെട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഗേറ്റ് പൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് അറിയില്ല. അവരെ തേടി കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നില്ല. എന്നാൽ പലവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഒരു വീടൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നിങ്ങളിപ്പോൾ അവരൊരു വീഡിയോക്ക് വേണ്ടി ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. എൻ്റെ പേര് ശങ്കർ എന്നാണ്. ഒരു 2 ലോട്ടറിക്കാർ, ഒരു ചേച്ചി, ഭാര്യയും ഭർത്താവും വടി പിടിച്ച് കിടന്നിട്ട് ലോട്ടറി കിട്ടിയായിരുന്ന ഒരു സംഭവമില്ല, അവർക്ക് വീട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസും ഉണ്ടായിരുന്നു. വീട് കൊടുത്തതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ 2 ആളും വാടാനപ്പള്ളി തന്നെ തിരിച്ചു വന്നു.
ചോദിച്ചപ്പോൾ വീട് എന്ന് ചോദിച്ചപ്പോൾ അവര് എന്നെ ചീത്ത വിളിക്കുകയാണ് ചെയ്തത്. ചീത്ത വിളിക്കാന്ന് വെച്ചാൽ നോർമലി സാധാരണ തെറിയൊന്നല്ല വിളിക്കുന്നത്. അവര് നോർമലി പറഞ്ഞ പോലെ വീട് തേങ്ങയാന്ന് പറഞ്ഞിട്ട് അവര് നടന്നു പോവാണ് ഉണ്ടായത്. സത്യത്തിൽ എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം അതിപ്പോ നമ്മളിപ്പോ എന്താ പറയാ, ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്ത പോലെ, അല്ലെങ്കിൽ 4 ആള് കണ്ടിട്ട് അതിന് ആ ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നും കൂടി അറിയില്ലല്ലോ. അതിനു വേണ്ടി ചോദിച്ചതാണ്. അപ്പം നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. ആ വോയിസ് ക്ലിപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായോ ആളുകളോട്? അപ്പോൾ ഈ കണ്ണ് കാണാത്തവർ പറയുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കും. പിരിവൊക്കെ എടുത്തിട്ട് വാങ്ങിച്ചു കൊടുത്തായിരിക്കാന്നാണ്. പക്ഷേ നമ്മുടെ ഈ പേജിൽ നിങ്ങൾ കാണുന്ന ഓരോരുത്തരും കേൾക്കേണ്ടതാണ്, നമ്മുടെ ഈ ഒരു പേജിൽ 1 രൂപ പോലും ആരെയൊന്നും വാങ്ങിച്ചില്ല ഒന്ന് അറിയിക്കട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരാൾ പോലും അത് തെളിയിച്ചാൽ മതി. 1 രൂപ അല്ല, ഈ ഒരു വീഡിയോക്ക് മാത്രമല്ല, ഒരു വീഡിയോയിൽ നമ്മൾ ചാറ്റുപരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല. പിരിവ്, അതുപോലെ തന്നെ നമ്മുടെ പലരും ഗൂഗിൾ പേ നമ്പറൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറേ ആളുകൾ സഹായിക്കുന്നതല്ലേ, നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ അയച്ചിടുന്നു. നമ്മൾ പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റാതെ നമ്മൾ ചെയ്യും, നിങ്ങൾക്കൊക്കെ എന്തൊക്കെ സപ്പോർട്ടിന് നേരിട്ട് ചെയ്ത് കൊടുത്തോ. അങ്ങനെയാണ് ഈ പല സപ്പോർട്ടുകളും വരുന്നത്. ഇപ്പോൾ കണ്ണൂരൊരു വീട് കയറുന്നുണ്ട്, അത് ഇതുപോലെ ഒരാൾ വീട് കയറ്റി കൊടുക്കുന്നതാണ്. നമ്മുടെ വനമുത്തശ്ശിക്ക് വീട് വാങ്ങിച്ചു കൊടുത്തു, അതും ഇതുപോലെ തന്നെ മറ്റൊരാൾ ചെയ്തതാണ്. ഇതൊക്കെ അവരാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ക്യാഷ് പോലും ഈ സാറ് വിളിച്ച് പറഞ്ഞത് എത്ര വെച്ച് പറയും, ഞാൻ ഇട്ടിരുന്നത്. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ശ്യാമേട്ടനും ഇവരൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് കംപ്ലീറ്റ്. ഇപ്പൊ അവര് പറയുന്ന അടുത്ത കാര്യം അല്ല, അവര് പറയണേ ഹരീഷ് ഭായി, അവരിപ്പം പറയുന്ന ഒരു ഡിമാൻഡ് കേട്ട് കഴിഞ്ഞാല് ഈ വീട് അവരുടെ പേരിലേക്ക് ആക്കി കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഈ വീട് വാങ്ങിക്കുമ്പോൾ അവരുടെ പേരിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടെന്ന് അറിയുന്നതും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഈ വീട് വാങ്ങിച്ചു കൊടുക്കുന്ന നമ്മുടെ പ്രമോദ് സാർ പറഞ്ഞു മക്കളൊക്കെ ഉള്ളതല്ലേ, ഇനി അവരെ പുറത്താക്കിയിട്ട് ഇവർ കയറുന്ന ഒരു രൂപത്തിൽ പിന്നീട് ആവണ്ട, 1 രൂപ വെച്ചിട്ട് എങ്ങനെയായിരുന്നു നമുക്ക് 1 രൂപ വെച്ചിട്ട് ലൈഫ് ടൈം ജീവിതകാലം മൊത്തം താമസിക്കാം. 1 രൂപ മാസം 1 രൂപ ആ രൂപത്തിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. 1 രൂപ വാങ്ങിക്കാൻ വേണ്ടിയിട്ടില്ല, പക്ഷേ ഒരു കരാർ എഴുതാനുള്ള രൂപത്തിൽ എത്ര കാലം വേണ്ടി ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കാന്നുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെയും കിളി പോകും. ഞാനിതൊക്കെ കേട്ട് തല തിരിച്ചിട്ടിരിക്കുക. കാരണം ഈ വെയിലത്ത് അമ്മ അതിൽ ചൂടിൽ ഇങ്ങനെ നടക്കുമ്പോൾ രണ്ട് വ്യക്തികൾക്ക് നല്ലൊരു വീട് കിട്ടിയിട്ട് ഇവിടെ താമസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ളൊരവസ്ഥ. അപ്പോൾ പലരും പറയുന്നത് എന്താണെങ്കിലും അവരങ്ങനെ ജീവിച്ചുകൊണ്ട് അങ്ങനെ കടത്തിണ്ടയിലാണ് ജീവിക്കുന്നുള്ളത്. അതൊരു ചേട്ടനൊക്കെയാണ് അന്ന് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടാ നമ്മളവിടെ കൊണ്ടുവന്നപ്പോൾ പല എന്താ പറയുക പ്രശ്നങ്ങളും അവരിൽ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്ന് പോയതാണ്. സത്യത്തിൽ എന്താണ് ഹാരിഷിട്ടാ നിങ്ങൾക്ക് അപ്പുറത്ത് താമസിക്കുന്നവരാണ്, എന്താണ് ഇവിടെ വന്ന് താമസിക്കാത്തത്? എന്താ അറിയില്ല, അവരോട് ഞങ്ങൾ ചോദിച്ചാൽ അവരൊന്നും പറയില്ല, മിണ്ടില്ലേ അവര്. ഇവര് അപ്പുറത്തെ വീട്ടിലൊക്കെ തെറി പറയാ, അവർക്കൊക്കെ ഭയങ്കര ശല്യാണ് ഇവരെ കൊണ്ട്. മകനും ബഹളാത്ര അവർക്ക് താമസിക്കാൻ ദൂരം കൊടുക്കാണ്ട് വഴക്ക് തെറി പറച്ചല്. എന്നിട്ട് അവരിങ്ങനെ പറയാറുണ്ട് ഇവര് ഭയങ്കര ശല്യാണ്, നിങ്ങളൊക്കെ വരുമ്പോ പറയണം പറഞ്ഞാണ്. ഇപ്പൊ അവിടെ ആളില്ലായിട്ട് ഉള്ള ആള് അല്ല സത്യത്തിൽ എന്താ ചേച്ചി ശരിക്കും അവരെന്താണ് പറയുന്നത്? ചേച്ചി വിളിച്ചിരിക്കാണ്. ഞാൻ വിളിച്ചിരിക്കുന്നല്ല, അവര് തന്നെ രാത്രി വന്നിട്ട് ഇങ്ങനെ ബഹളം വെക്കുക, ഞങ്ങളുടെ വെള്ളം എടുക്കുക, എന്താ അവകാശത്തിന്റെ മോളാ ഈ വെള്ളം എടുക്കണത്, ആരെങ്ങൾക്ക് ഇത് എടുക്കാനുള്ള അവകാശം തന്നക്കണം, നിർത്തടി മോട്ടർ നിർത്തടി ഓഫാക്കടി വാൽവ് മാറ്റടി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുക. അവിടെ ഞങ്ങൾ ആ ഭാഗത്ത് കയറിക്കും, ഒന്നും പറയില്ല, തിരിച്ചൊന്നും പറയാറില്ല. നിങ്ങൾ വെള്ളം ഫീസ് കൂരി പോകും. മതിൽ ചാടി നോക്കിയിരുന്നു ഫീസ് കൂരി പോയി, കറണ്ട് ഒന്നും ഇല്ല അവിടെ. ഫ്യൂസ് ഊരി പോകും, അവരാദ്യം ഫ്യൂസ് ഊരി പോകും. ചില ദിവസങ്ങൾ ഫുള്ള് ഇവിടെ ലൈറ്റ് കത്തിയിട്ട് അവർ ഒരാഴ്ച വരെ ഒരു ലൈറ്റ് ഇവിടെ കത്തുണ്ടാവും, അവർക്ക് ഓർമ്മയില്ല. ചില ദിവസങ്ങളിൽ ഇപ്പൊ ഒക്കെ ഓഫാക്കിയിട്ട് പോവാണ്. ഞങ്ങളൊന്നും പറയാറില്ല. പിന്നെ മഞ്ഞൾ കലക്കിയിട്ട് ഒഴിക്കുക, ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ തൂക്കുക. അതെന്താ എന്തൊക്കെ ഇട്ട് എള്ളു അവരെന്താ എള്ളോ ചോറൊക്കെ ഉരുട്ടിട്ട് ഞാൻ ഉണ്ടായില്ല. ഇവര് കണ്ടു ഇത്ര വന്ന് മുറ്റത്തേക്ക് വീണു, എള്ളും പൂക്കളും ചോറൂരൊക്കെ ഉരുട്ടിയിട്ട് മുറ്റത്തേക്ക് ഇട്ടു, ഇത്ര ഇട്ടു. അപ്പൊ അത് എന്താ വെച്ചപ്പോ അത് അറിയാതെ കയ്യിൽ നിന്ന് പോയതാ മാത്ര. ഈ മതന്റെ മേലെ അറിയാതെ അത് വരുമോ ചിത്ര. അതിന് ശേഷം അവരന്ന് രണ്ടാളും അകത്തന്നെ കയറിയിരുന്നു. അവർക്ക് ചെയ്ത് തെറ്റാന്ന് മനസ്സിലായി. അവരന്ന് ഫുള്ള് ഉള്ളിൽ കയറുന്നു. ഒരു 4 മണിക്ക് അത് ഉണ്ടായത്. ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ എടുത്ത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയത്. പിന്നെ ഞാൻ ഇതൊക്കെ എങ്ങനെ നിങ്ങൾ പറയാനാണ് ഇതുവരെ ഒതുങ്ങിയിരുന്നത് ഞാൻ കേട്ടാ. കാരണം ഒരു കട ഇട്ട് കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചെറിയൊരു ഗ്രാമം കാരണം ഇവിടെ കട വേണ്ടാന്ന് പറഞ്ഞു ആദ്യം. പിന്നെ നമ്മളൊരു ഫെബ്രുവരിയിൽ നമ്മൾ ലാസ്റ്റ് ജനുവരിയിൽ കണ്ട സമയത്ത് നമ്മളൊരു ഏപ്രിലോട് കൂടിയിട്ട് നമ്മളത് ചെയ്യാം, വേണമെങ്കിൽ അവർക്ക് എന്താ വേണമെന്ന് വെച്ച്. പക്ഷെ നമുക്കത് എങ്ങനെ ഹരീഷ് ഭായി എങ്ങനെ ചെയ്യാൻ തോന്നും? നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. നമ്മൾ ഇത്രയും അകലെ നിന്ന് വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ എല്ലാ പരിപാടികളും മാറ്റി വെച്ച് നമ്മൾ അവർക്ക് വേണ്ടി വരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടും ഇപ്പോഴും അവർക്ക് താമസിക്കാം. പക്ഷേ അവർ താമസിക്കണേ സ്ഥിരമായിട്ട് താമസിക്കണം.
ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് വേണമെങ്കിൽ പുറത്ത് പോവാ വേറെ പോകും. പക്ഷേ 10 ദിവസം ഒന്നും അടച്ചിടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയാം, വിത്ത് സോഷ്യൽ മീഡിയ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തന്നെ പറയുന്നത്. ഇനി ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ 10-15 ദിവസം അടച്ചിടുക. കാരണം വീട് നമ്മൾ ആരുടെയായാലും പൈസ തന്നെയാണ്. ഈ വീട് നശിച്ചു പോവും, ആൾ സമ്പർക്കമില്ലാതെ വീട് നശിച്ചു പോവും. അപ്പോൾ ഒരു 10 ദിവസത്തിൽ കൂടുതൽ ഇനി അവർ ഇവിടെ താമസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തീരുമാനം ഞാൻ പറയാം, ഞാൻ ഈ സാധനം പൂട്ടിയാൻ പൊളിച്ചിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കയറി പൊളിച്ച് ഉള്ളിൽ കയറും. അതിനകത്ത് എന്ത് നടപടി വന്നു കഴിഞ്ഞാലും ഞാൻ സഹിക്കാനും ആധാരം ഞങ്ങളുടെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ തുറക്കും, ഞാൻ ഫ്യൂസ് ഞാൻ കുത്തി കൊടുക്കും, എല്ലാവർക്കും വെള്ളം കൊടുക്കും, ഞാൻ എൻ്റെ പൂട്ടിട്ട് ഞാൻ പൂട്ടും. ഇനി 10 ദിവസത്തിൽ കൂടുതൽ അവരിനി വരുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം വീട് നശിച്ചു പോവാണ്. നമ്മൾ ഇത്രയും അവർക്കിപ്പോൾ ഇത് നമ്മൾ അരിശുവായി ഇത് എടുക്കൂല. പിന്നെ നമ്മളിപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ നിലത്ത് വെറും സിമെന്റ് ഇട്ടൊക്കെയായിരുന്നു, അത് നമ്മൾ അതടക്കം നമ്മൾ പൊളിച്ച് ഫുള്ള് ടൈലിട്ട് അത്രയും സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ. അപ്പോൾ ഇത്രയും നമ്മൾ ഫണ്ട് നമ്മൾ ഇതിനകത്ത് ഇറക്കി പണ്ടല്ലേ ഇതിനൊരു ഉപകാരം ചെയ്ത് കൊടുത്തതിന് ശേഷം വീട് നശിച്ചു പോകണമെങ്കിലോ. വീട് വാങ്ങിച്ചു കൊടുത്ത നമ്മുടെ പ്രമോദ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എത്ര ആളുകൾ വീടില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളും അല്ലെങ്കിൽ വൃദ്ധരും ഒക്കെ ആയിട്ട് പല ആളുകളും വീടില്ലാതെ ബുദ്ധിമുട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് ഒരു വെറുതെ വീട് ഇവിടെ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ കൂടെ താമസിക്കാൻ സൗകര്യമില്ലെങ്കിൽ ഇങ്ങനെ അർഹതപ്പെട്ട മറ്റാർക്കെങ്കിലും കൊടുത്തുകൂടെന്നാ ചോദിച്ചത് അല്ലേ? 2-3 പ്രാവശ്യം ഇതേമാതിരി വന്നാട്ടെ, ഞാനും മൊയ്നൂസ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊയ്നിക്കൊക്കെ കൂടി വന്നിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ എന്തുകൊണ്ട് താമസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇനി താമസിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് ഒരു 3 മാസം മുന്നേ. ഒരു ദിവസം ഞാൻ തൃശ്ശൂർ വരെ വന്നാണ്, അവരോട് നിൽക്കാന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ വരെ വന്നാണ്. തൃശ്ശൂർ എന്ന് വെച്ചാൽ ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂർ വരെ എത്തിയപ്പോൾ എനിക്ക് എന്തോ ആ കുട്ടീനെ വിളിക്കുന്നു തോന്നി, പറഞ്ഞു ചേട്ടാ അവരോട് ഇല്ല പറഞ്ഞു. അവരുടെ ബാക്കിൽ ആരെന്താ മനസ്സിലാവുന്നില്ല. അവരുടെ ബാക്കിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, കാരണം അവരോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണുന്ന സമയത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവരുടെ കുടുംബക്കാരൊക്കെ ഇവിടെ വരാൻ തുടങ്ങി, അല്ലേ? താമസമൊക്കെ വന്ന് താമസിച്ചു 3-4 ദിവസം. അവരുടെ ഫാമിലി വരാൻ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആരൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇത്ര ഉള്ള ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വഴിയിൽ എവിടെയൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ അത്യാവശ്യം മനസ്സിലാക്കുക. കാരണം ഈ കണ്ടു കാണാത്തവരാകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോഴേ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നതും. നമ്മൾ ആദ്യം ഇവരെ ബംഗാളികളൊക്കെ ഉപദ്രവിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ, വീഡിയോ എടുക്കുമ്പോൾ സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്നു അതിന്റെ സത്യാവസ്ഥ എന്താണ് ആസി പറയും. പിന്നീടാണ് അറിയുന്നത് അതന്നെ പഴയ വീടിന്റെ ആളുകൾ അന്വേഷിക്കുമ്പോൾ ഈ പിന്നെ ബംഗാളികള് അവരുടെ ഡോറിൽ നിന്ന് മുട്ടുക, അതുപോലെ അവർ വരുന്ന വഴിയിൽ പാത്രം വെക്കുക എന്നൊക്കെ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവർക്ക് റെന്റിന് കൊടുത്ത അവിടുത്തെ ഒരു താത്തക്ക് വിളിച്ചപ്പോൾ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സംഭവങ്ങളാണ് അന്ന് സംഭവിച്ചത്. പിന്നീട് അവർക്ക് ഇതുപോലുള്ള ഒരു അനുഭവം. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ആരെയൊക്കെ രക്ഷപ്പെട്ടോട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ ഇറങ്ങുന്ന ഒരു മനസ്സ് പോലും അറിയിച്ചു പോവാ. ഒരു കാര്യം കൂടെ ഞാൻ ഒന്നും കൂടെ പറയാം, മനസ്സ് ഞാൻ പറഞ്ഞാണ്, ഇനി ആയാലും അവർ വരാൻ തയ്യാറാണെങ്കിൽ അവർ കൂടെ താമസിക്കാം. അത് ഉറപ്പാണല്ലോ, അതെന്റെ ഒരു തർക്കമില്ല ആണ്. അപ്പൊ അതിലൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ തിരഞ്ഞ് കാണാൻ പറ്റിയില്ല, നിങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അറിയിക്കുക. വീട് ഇപ്പോൾ ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നവര് അവരൊക്കെ വഴിയിൽ വെച്ച് കാണുന്നുണ്ടാവും. കാണുമ്പോൾ അവര് ഈ പറയുന്ന പോലെ തന്നെ വീട് ഉണ്ടായിട്ട് എന്താണെങ്കിൽ നടക്കുന്നത്, ഇതൊക്കെയാണ് കാരണം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും. അപ്പം എന്താ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് താങ്ക്സ്.